അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്തു. ഏറ്റവും ബഹുമാനാദരവുകൾ നിറഞ്ഞ ഉസ്താദുമാരെ, എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഞാൻ നിങ്ങളോട് ഇന്ന് സംസാരിക്കുന്നത് കുട്ടികളുടെ നബി എന്ന വിഷയമാണ്. തിളക്കമാർന്ന വ്യക്തിത്വത്തിൻ്റെ ഉത്തമയാണ് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം. കുട്ടികളോട് കരുണ പുലർത്താത്തവരും മുതിർന്നവരോട് ബഹുമാനം കൽപ്പിക്കാത്തവരും നമ്മിൽ പെട്ടവനല്ല എന്നായിരുന്നു തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രഖ്യാപനം. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്ന മഹാവ്യക്തിത്വം കുഞ്ഞുങ്ങളോട് കൂടി കളിക്കാനും വർത്തമാനങ്ങൾ പറയാനും സമയം ചെലവഴിക്കാനും തയ്യാറായിരുന്നു. അവിടുത്തെ കൊച്ചുമകനായ ഹസൻ റളിയല്ലാഹു അൻഹു വാരിപ്പുണർന്ന് ചുംബിക്കുമ്പോഴാണ് അഖ്റ ഇബ്നു ഹാരിസ് ചോദിക്കുന്നത്, നബിയെ അങ്ങ് എന്താണ് ചെയ്യുന്നത്? അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, കുഞ്ഞുങ്ങൾക്ക് മുത്തം നൽകാത്തവൻ ഹൃദയശൂന്യനാണെന്ന്. ജാബിർ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഞാൻ ഒരിക്കൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വീട്ടിൽ വന്നപ്പോൾ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുട്ടുകുത്തി നടക്കുകയാണ്. മുകളിൽ ഹസൻ റളിയല്ലാഹു അൻഹു ഹുസൈൻ റളിയല്ലാഹു അൻഹു കയറിയിരിപ്പാൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നിങ്ങളുടെ ഒട്ടകം എത്ര നല്ല ഒട്ടകം, നിങ്ങളുടെ യാത്രക്കാർ എത്ര നല്ല യാത്രക്കാർ. കുത്തുവാക്കുകൾ കൊണ്ടും ശാപവാക്കുകൾ കൊണ്ടും ഒരു കുഞ്ഞിനെയും പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സംബോധനം ചെയ്തിട്ടില്ല. അവിടുത്തെ സേവകനായ അനസ് റളിയല്ലാഹു അൻഹു 10 വയസ്സ് പ്രായമുള്ളപ്പോഴാണ് ഒരാവശ്യത്തിനായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പുറത്തയക്കുന്നത്. പുറത്തു പോയ അനസ് റളിയല്ലാഹു അൻഹു കാണുന്നത് കൂട്ടുകാർ കളിസ്ഥലത്ത് കളിച്ചുല്ലസിക്കുകയാണ്. കൊച്ചു പ്രായത്തിൽ എല്ലാം മറന്ന് അനസ് റളിയല്ലാഹു അൻഹു ആ കളിക്കളത്തിലേക്ക് ഇറങ്ങി കളിക്കുകയാണ്. അല്പസമയം കഴിഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വന്ന് നോക്കുന്നുണ്ട്, അനസ് എവിടെയാണ്? അനസ് കളിക്കുന്നത് കണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, മോനെ, ഞാൻ പറയുന്ന അയച്ച കാര്യം നീ മറന്നുപോയോ? സ്നേഹത്തോടെ ഓർമ്മപ്പെടുത്തുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിൽ വിളവെടുത്ത ഫലങ്ങളുമായി ആര് കടന്നു വന്നാലും ആ പഴങ്ങൾ ആദ്യമായി കൊടുക്കാറ് കുഞ്ഞുങ്ങൾക്കായിരുന്നു. അബൂ ഹുമൈർ എന്ന കൊച്ചുബാലന്റെ കുഞ്ഞിക്കിളിയെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അന്വേഷിക്കുകയും ആരായുകയും ചെയ്യാറുണ്ടായിരുന്നു. കുഞ്ഞിക്കിളി മരിക്കുന്ന സമയത്ത് പോലും അബൂ ഹുമൈറിന്റെ സങ്കടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൂടെയുണ്ടായിരുന്നു. കുഞ്ഞുങ്ങളെല്ലാം പരിശുദ്ധരാണ്, അവരെല്ലാം സ്വർഗസമ്പന്നരാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രഖ്യാപിക്കുമ്പോൾ ശത്രുക്കളുടെ കുഞ്ഞുങ്ങളോ എന്ന് ചോദിക്കുമ്പോഴും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത് അവരെല്ലാം വിശുദ്ധരാണ് എന്നാണ്. എന്നാൽ സ്നേഹം മാത്രം ചൊരിഞ്ഞ് കുട്ടികളെ വഴിക്കേടിലാക്കാൻ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തയ്യാറായിരുന്നില്ല. അവരിൽ തെറ്റുകൾ കാണുമ്പോൾ അർഹിക്കുന്ന പ്രാധാന്യത്തോടെ ഉചിതമായ രീതിയിൽ അത് തിരുത്താൻ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ശ്രദ്ധിച്ചിരുന്നു. അതാണല്ലോ ഫലപ്രദമായ രക്ഷാകർതൃത്വം. ഉമർ ബിൻ അബി സലമ കൊച്ചുകുട്ടിയായിരുന്നപ്പോൾ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ ഭക്ഷണം കഴിക്കുകയായിരുന്നു. ഭക്ഷണ തളികയിൽ കുട്ടിയുടെ കൈ അങ്ങും ഇങ്ങും നീങ്ങുന്നത് കണ്ട് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്നേഹം വസ്ത്രമായ ഭാഷയിൽ ഇങ്ങനെ പറഞ്ഞു, മോനെ, ഭക്ഷണം കഴിക്കുമ്പോൾ ബിസ്മി കൂട്ടുക, വലത്തെ കൈകളിൽ കഴിക്കുക, അടുത്തുള്ളതിൽ നിന്ന് കഴിക്കുക. പിന്നീട് വളർന്നു വലുതായതിനു ശേഷവും ഉമർ ബിൻ അബി സലമ പറയുന്നു, പിന്നീട് ജീവിതത്തിൽ ഉടനീളം അതായിരുന്നു എൻ്റെ ഭക്ഷണ രീതിയും ശീലവും. എല്ലാ കുഞ്ഞുങ്ങളെയും കുഞ്ഞുമോനെ എന്ന് വിളിച്ച് സംബോധനം ചെയ്ത റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മുടെ കൂടി പ്രവാചകരാണ്. ആ നബിയുടെ മേൽ സലാത്ത് ചെല്ലാം. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ പ്രസംഗം നിർത്തുന്നു. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.